ശ്രീ NK അക്ബർ. സർ, ITI ട്രെയിനികൾക്കായി പോഷകാഹാര പദ്ധതി നിലവിലുണ്ടോ? പട്ടികവർഗ വിഭാഗത്തിലുള്ള ട്രെയിനികൾക്കായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ? ITI ഇല്ലാത്ത ഗുരുവായൂരിൽ പുതിയ ITI സ്ഥാപിക്കാനുള്ള വല്ല പരിഗണനയും സർക്കാരിനുണ്ടോ? 3 ചോദ്യമാണ് ഒരു ചോദ്യത്തിൽ. പട്ടിക വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിന് വല്ല സ്കീമുണ്ടോ? പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പരിപൂർണമായി അവർക്ക് ഭക്ഷണം സൗജന്യമായി തന്നെ കൊടുക്കുകയാണ്. മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി കൊടുക്കുകയാണ്. ഒരു കുട്ടിക്ക് 446.25 രൂപ ഒരു ആഴ്ച കൊടുക്കുകയാണ്. അതിൽ ന്യൂട്രീഷൻ ഫുഡുണ്ട്, മറ്റ് ആഹാര സാധനങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ 34 ITകളിൽ നോൺ മീൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 70 ITകളിൽ ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ITയിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യം ഞാൻ സഭയെ അറിയിക്കുവാനും വേണ്ടി ഞാൻ ഗുരുവായൂരിൽ ITI തുടങ്ങുമെന്ന്. ഗുരുവായൂരിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ തുടങ്ങാൻ പ്രയാസമാണ്. ബാലഗോപാൽ ഡൽഹി പോയേക്കാണ്. അതിനെന്തെങ്കിലും വിവരം കിട്ടുമെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ആലോചിക്കാം.